നമ്മുടെ ലോകം കൾച്ചറലി ആയാലും ടെക്നിക്കലി ആയാലും ഓരോ ദിവസം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളിൽ പഴതിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ താഴോട്ടാണ് നമ്മളെ കൾച്ചർ പോകുന്നത്. പറഞ്ഞു വരുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മളെ അതുല്യ നടൻ സലിംകുമാർ ചേട്ടൻ അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് അവിടെ പോയി ചില ഓൺലൈൻ മീഡിയക്കാർ, അതേപോലെ ആദരാഞ്ജലി അർപ്പിക്കാനാണെന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ എത്തുന്ന സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും നോക്കുന്ന ചിലർ, പിന്നെ നമ്മുടെ CM അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്ന സമയത്ത് ഏതാണ് സിറ്റുവേഷൻ എന്ന് പോലും നോക്കാതെ പോയിട്ട് ഒരു പാർട്ടീൻ്റെ ഷോൾ അടിയിക്കാൻ നോക്കിയ ഒരു പ്രവർത്തകൻ. ഇതൊക്കെ എന്താ പറയാന്ന് കൂടെ അറിയില്ല. ഇത് ആദ്യമായിട്ടല്ല ഈ ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ ഈ വിവരമില്ലാത്ത പബ്ലിക് കുറച്ച് പേര് അവരൊന്നും ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ നടൻ ശ്രീനിവാസൻ മരിച്ചപ്പോഴും അവിടെ പോയിരുന്നു. അവിടെ പോയിട്ട് ഇതേപോലെ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നടൻ മാമുക്കോയെ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഖബർ അടക്കുന്ന സമയത്ത് ആ ഖബറിൻ്റെ ഉള്ളിലേക്ക് വരെ ക്യാമറ എത്തിച്ചു നോക്കിയ കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനൊക്കെ അന്ന് അവരുടെ എത്ര തവണ ബെഗ് ചെയ്തിട്ടാണ് ഇവർ ആ സ്ഥലത്തുനിന്ന് മാറിപ്പോയതെന്ന് ആ പഴയ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കൂടാതെ നടൻ സലിംകുമാർ അദ്ദേഹം ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും ചില വിവരദോഷികൾ എന്ന് പറഞ്ഞാൽ പോലും അതിന് ചെറിയൊരു വാക്കാണ്. അവർക്ക് എന്തൊരു ഭയങ്കര സന്തോഷമാണത്. അതായത് ഒരാൾ വയ്യാതെ കിടക്കുകയാണ്, ഒരാൾ മരിക്കുകയാണ്, അത് അവർക്ക് ഭയങ്കര സന്തോഷം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാക്ക് ശരിയല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വ്യൂസ് ശരിയല്ല. ഈ പറഞ്ഞ നടൻ സലിംകുമാർ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ പേഴ്സണലി, നിങ്ങളെ ഫാമിലീനെയോ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലി ഏതെങ്കിലും രീതിയിൽ ഹരാസ് ചെയ്തിട്ടുണ്ടോ? ഇത്രയ്ക്കധികം അയാളുടെ അടുത്തൊരു വെറുപ്പ് തോന്നാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പൊളിറ്റിക്കലി ഒരു കാഴ്ചപ്പാടുള്ള പോലെ അദ്ദേഹത്തിനും കാഴ്ചപ്പാടുണ്ടാവും. അത് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നമ്മൾക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. ഈ ലോകത്ത് ഈ ഇന്ത്യയിൽ 100 കോടിൻ്റെ മേലെ മനുഷ്യരുണ്ടെങ്കിൽ 100 കോടി മനുഷ്യർക്ക് 100 കോടി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ഇതുപോലെ ഇന്നലെ കണ്ട വേറൊരു സീനായിരുന്നു. ഇന്നലെ നടൻ ദിലീപും രാഹുൽ മാങ്കൂട്ടും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും ഇടയിൽ കൂടെ കയറി വന്ന് നേരെ ദിലീപിൻ്റെ മുന്നിലേക്ക് ക്യാമറയും വെച്ചിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. ഒരാളുടെ കൺസേൺ ചോദിക്കലോ ഒന്നുമില്ല, നേരെ പോയി എടുക്കുക. അപ്പോൾ ഇവരൊക്കെ ശരിക്കും വരുന്നത് എന്താണ്? അവിടെ കൂടി നിൽക്കുന്ന സെലിബ്രിറ്റീസിനെ കണ്ട് അവരെ കൂടെ ഫോട്ടോ എടുക്കാനോ അതോ ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? ഇതൊന്നും കൂടാതെ ചില വിവരദോഷികളായ രാഷ്ട്രീയക്കാർ, പാർട്ടി പ്രവർത്തകർ, നമ്മളെ CM VD സതീശൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് പറവൂരാണ്, സലിംകുമാർ ചേട്ടൻ്റെ വീടെന്ന് പറയുന്നത് പറവൂരാണ്. അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഇന്നലെ ഇദ്ദേഹം മരിച്ച കാര്യം അറിഞ്ഞ ഉടനെ തന്നെ VD സതീശൻ അവിടേക്ക് എത്തുകയുണ്ടായിട്ടുണ്ട്. VD സതീശൻ മാത്രമല്ല, ഹൈബീഡനും പല പ്രമുഖമാരായ മന്ത്രിമാരും MLA-മാരും MP-മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. VD സതീശൻ വന്നു കയറി ഉടനെ തന്നെ ഒരു വിവരദോഷിയായ ഒരുത്തൻ അവൻ വേഗം ഷാളൊക്കെ എടുത്തിട്ട് ഇദ്ദേഹത്തിന് ഇടിയിപ്പിക്കാൻ നോക്കുന്നു. VD സതീശൻ കറക്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്ത് ആ ഒരു കൈ തട്ടി മാറ്റുകയാണ് ഉണ്ടായത്. ശ്രീനിവാസൻ സാറ് മരിച്ചു കിടക്കുന്ന സമയത്ത് ധ്യാനോ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസനോ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഇന്നലെ സലിംകുമാറിൻ്റെ മൂത്ത മകനായ ചന്തു സലിംകുമാർ ചെയ്തത്. അതൊരു എന്താ പറയുക, അവർ ആ ഒരു റിച്വൽസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അമ്മയും ഈ സലിംകുമാറിൻ്റെ 2 മക്കളൊക്കെ നിൽക്കണം. അപ്പോഴും അവർക്കൊരു സ്പേസ് അല്ല കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പോലും ക്യാമറ കുത്തിത്തിരുകി അവർക്ക് ആ മൂമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഓൺലൈൻ മീഡിയാസുകാരും അല്ലെങ്കിൽ പബ്ലിക്കൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് ചിലർ അതിനെ പറയുന്നത് എങ്ങനെയാണ്? അച്ഛനേക്കാളും വിവരദോഷിയാണ്, അച്ഛനേക്കാളും അഹങ്കാരിയാണ്, ഇവൻ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? അവനവൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരാൾ കാണിക്കുന്ന കോമാളിത്തരം കണ്ടിട്ടാണ് അവൻ പ്രതികരിച്ചത്. അതേപോലെ ചില ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, ഈ മരിച്ചു കിടക്കുന്ന ആളുടെ ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ അല്ല കാണിക്കവർ. അവിടെ വരുന്ന സെലിബ്രിറ്റീസ് ഇട്ട ഡ്രസ്സ് എങ്ങനെയാണ്, സെലിബ്രിറ്റീസിൻ്റെ മുഖത്തെ ഇമോഷൻ നിങ്ങൾ കണ്ടു, മരിച്ചു കിടക്കുന്ന ഇന്ന ആളെ കാണാൻ വന്ന ഇയാളുടെ മുഖത്തെ സങ്കടം നിങ്ങൾ കണ്ടു. അവരുടെ ഓരോ മൈക്രോ മൂമെൻറ്റ്സും ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്ത് ചാനലിൻ്റെ ക്ലിക്ക് ബെയ്റ്റ് ആയിട്ട് കൊടുത്ത് ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ നോക്കുന്ന കുറേ ഓൺലൈൻ മീഡിയാസ്. നിങ്ങളൊരു കല്യാണ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോ പാർട്ടി നടക്കുന്ന സ്ഥലത്തോ പോയിട്ട് അവിടെ വരുന്ന ആൾക്കാരുടെ ഇമോഷൻസും അവിടെ വന്ന ആൾക്കാർ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തെന്നൊക്കെ കവർ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു മരണം നടന്ന വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മരണം നടന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഒരു ബേസിക് നോളജ്, ബേസിക് കേർട്ടസി നിങ്ങൾക്ക് വേണം.
പിന്നെ ഒരു സോ കോൾഡ് ഹീറോയിൻ, അവർ നടിയാണെന്നാണ് അറിയപ്പെടുന്നത്, പക്ഷേ ഞാൻ അവരുടെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. അവർ ക്യാമറ എവിടെ ഉണ്ടോ അവിടെയൊക്കെ അവർ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. താൻ വന്നിരിക്കുന്ന ഒരു മരണം നടന്ന സ്ഥലത്താണെന്നോ ആദരാഞ്ജലി അർപ്പിക്കാനാണെന്നോ ഒന്നുമില്ല. എവിടെ ക്യാമറ ഉണ്ടോ അവിടെയൊക്കെ അവർ ഈ ഫുൾ പല്ലുകൾ കാണിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്താ പറയുക ഇതിനൊക്കെ? നിങ്ങൾ തന്നെ നോക്കി ഈ ഒരു ഫോട്ടോ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ. അവിടെ ആ സലീംകുമാർ ചേട്ടൻ്റെ ഫ്യൂണറൽ നടക്കുന്ന സമയമാണ്. അപ്പോഴും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഗതി കെട്ട് നമ്മളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരെ ആൾക്കാരുടെ അടുത്ത് അഭ്യർത്ഥിക്കാനുണ്ട്, അത് നിങ്ങളൊന്ന് മാറി നിൽക്കുക, അവരെ കുടുംബം ആ ഒരു കർമ്മങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കട്ടെ എന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കി ആ മനുഷ്യൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ ഗതികേട് ഈ ഒരു മീഡിയാസ് കാരണം. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ തുടർന്ന് കേരള പോലീസ് ഇന്നൊരു പോസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. ഞാനത് വായിച്ചു തരാം. അതായത് പ്രൈവസിനെ കുറിച്ചാണ്, റൈറ്റ് ടു പ്രൈവസി എന്നുള്ളൊരു സംഗതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും കെയർഫുള്ളായിരിക്കും, ഇനിയെങ്കിലും ആൾക്കാരുടെ ഇമോഷനെയും ആൾക്കാരുടെ പ്രൈവസിയെയും മാനിക്കാൻ. മറ്റൊരാളുടെ സങ്കടം അവനവൻ്റെ ക്ലിക്ക് ബൈറ്റിനും അല്ലെങ്കിൽ വ്യൂസ് കൂട്ടുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ആവരുത് മീഡിയ. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ പറയുന്നത്.